ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ വരുന്ന ഓണക്കാലത്താണ് തൃക്കാക്കരയിലെ ക്ഷേത്രോത്സവം. ഇവിടുത്തെ മതപരമായ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ സാമന്ത രാജാക്കന്മാരുടെ വാർഷിക സമ്മേളനം കുലശേഖര ചക്രവർത്തിയായിരുന്ന ചേരമാൻ പെരുമാൾ നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയുള്ള ഉത്സവകാലത്താണ് യോഗങ്ങൾ നടന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെ 10 ദിവസത്തെ ഓണാഘോഷത്തോടെയാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം സമാപിക്കുന്നത്. മൊത്തം 56 പ്രാദേശിക രാജാക്കന്മാരും 64 ഗ്രാമത്തലവന്മാരും നിരവധി പ്രഭുക്കന്മാരും ഈ ആഘോഷങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു. രാജാക്കന്മാർക്ക് തൃക്കാക്കര യാത്ര ദുഷ്കരമായപ്പോൾ തൃക്കാക്കരയിലെ പ്രതിഷ്ഠയെ പ്രദർശിപ്പിച്ച് എല്ലാ വസതികളിലും ഓണം ആഘോഷിക്കണമെന്ന് ചക്രവർത്തി പ്രഖ്യാപിച്ചു. ചേരമാൻ പെരുമാൾ, ഭാസ്കര രവിവർമ്മ തുടങ്ങിയവരാണ് ഓണാഘോഷങ്ങൾ ആരംഭിച്ചതെന്നും പിന്നീട് സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രാജാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ കാരണം ആഘോഷം അതിവേഗം കുറഞ്ഞു. 1921 ശ്രീമൂലം തിരുനാളാണ് ഈ ക്ഷേത്രം നവീകരിച്ചത്. AD 1756 വരെ സാമൂതിരിമാർ അത്തച്ചമയം ആഘോഷം നടത്തിയിരുന്നതായി അവകാശവാദങ്ങളുണ്ട്. ഈ ചരിത്രപരമായ പ്രസ്താവനകൾ ഉണ്ടെങ്കിലും മഹാബലിയുടെ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുമെന്ന് ആളുകൾ ശക്തമായി വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്കാണ് തൃക്കൊടിയേറ്റ്. തുടങ്ങി 10 ദിവസത്തേക്കാണ് ഇവിടുത്തെ ഉത്സവം. അതായത് അത്തം മുതൽ തിരുവോണം വരെ. എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികളുണ്ട്. 7-ാം ഉത്സവത്തിൻ്റെ അന്ന് രാത്രി 8:30 സ്റ്റീഫൻ ദേവസിയുടെ മെഗാ ഫ്യൂഷനും ഉത്രാടത്തിൻ്റെ അന്നും തിരുവോണത്തിനും വെടിക്കെട്ടും ഉണ്ട്.